പറയാൻ പോകുന്നത് ഇതാണ് ടോപ്പിക്. എന്താണ്? എക്സ്പ്ലെയിൻ ഐസെൻട്രോപിക്. എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത്? ഐസെൻട്രോപിക് ആൻഡ് അഡയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ്. അപ്പോൾ ഈ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് ഐസെൻട്രോപിക്? എൻട്രോപ്പി കോൺസ്റ്റൻറ്റ്. എൻട്രോപ്പിയുടെ സിമ്പിൾ എസ് കോൺസ്റ്റൻറ്റ്, അതായത് S1 = S2. ഈ രണ്ട് സ്റ്റേറ്റിലും എസിൻ്റെ വാല്യൂ സെയിം എന്ന് വെച്ചാൽ DS ചേഞ്ച് ഇൻ എൻട്രോപ്പി = 0. അതാണ് ഐസെൻട്രോപിക് പ്രോസസ്സ്. അപ്പോൾ ഐസെൻട്രോപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? എൻട്രോപ്പി സെയിം ആവണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് Q അല്ലെങ്കിൽ DQ = 0. DQ അല്ലെങ്കിൽ Q = 0. അതായത് ഹീറ്റ് ഫ്ലോ നമ്മൾ DQ എന്നാണ് ശരിക്കും എഴുതേണ്ടത്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം DQ. അപ്പോൾ DQ ഈ ഹീറ്റ് ഫ്ലോ 0. ഹീറ്റ് ഫ്ലോ ഇല്ല. ഹീറ്റിനുള്ളിലേക്ക് വരാനോ പുറത്തേക്ക് പോകാനോ പറ്റില്ല ഈ പ്രോസസ്സിൽ. അതായത് സിസ്റ്റത്തിനുള്ളിലേക്ക് വരികയോ പുറത്തേക്ക് പോകാനോ പറ്റില്ല. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അത് ഒന്നാമത്തെ കണ്ടീഷൻ. അത് കൂടാതെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? റിവേഴ്സിബിൾ ആയിരിക്കണം. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഉണ്ടാവാൻ പാടില്ല. നോ ലോസ്. അതിന് മറ്റൊരു പേരാണ് നോ ലോസ്. ലോസ് ഒന്നും ഉണ്ടാവില്ല. എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല. അതായത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന അതേ കാര്യത്തിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ലോസ് ഒന്നില്ലെങ്കിൽ തിരിച്ച് പഴയ അവസ്ഥയിലെത്തല്ലോ. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? തിരിച്ച് പഴയതുപോലെ ആക്കാൻ പറ്റില്ല. കുറച്ച് ലോസ് വരും. എല്ലാ കാര്യത്തിലും കുറച്ച് ലോസ് വരും. ശരിക്കും റിയൽ ലൈഫിൽ ലോസ് വരും. അപ്പോൾ ലോസ് ഇല്ലാത്ത കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രോബ്ലം ചെയ്തിവിടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോ ലോസ് അസ്യൂം ചെയ്യുക. ലോസിനെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അപ്പോൾ ബോധർ ചെയ്യേണ്ട. അപ്പോൾ നമ്മളതിന് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ നോ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റിവേഴ്സിബിൾ എന്ന് പറയുന്ന പേരാണ് ഒരുമിച്ച് പറയുന്ന പേര്. അതായത് ഈ നോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ DQ എന്ന് പറയുന്നതാണ് അഡയബാറ്റിക് എന്ന് പറയും. അഡയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DQ = 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഐസെൻട്രോപിക് എന്ന് പറയുക. അപ്പോൾ ഐസെൻട്രോപിക് ആകുമ്പോഴുള്ള അവസ്ഥ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ്. ഒരു പെർഫെക്റ്റ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു ഐസെൻട്രോപിക്കലി. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ? പിന്നെയുള്ള അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനേക്കാളും ചെറിയൊരു സംഭവമാണ്. അതായത് അഡയബാറ്റിക് പ്ലസ് റിവേഴ്സിബിൾ ആണ് ഐസെൻട്രോപിക്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞല്ലോ? DQ = 0. അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ഇല്ല. Q = 0. നോ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. പക്ഷേ എന്താണ്? ലോസ് ഉണ്ട്. ഇവിടെ ലോസ് ഉണ്ട്. ലോസ് ഉണ്ടെങ്കിൽ എന്താണോ? റിവേഴ്സിബിൾ. ലോസിന് എക്സാമ്പിൾ എന്താണ്? ഫ്രിക്ഷൻ. ഒരു പിസ്റ്റൺ സിലിണ്ടറിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ വരില്ലേ? അപ്പോൾ കുറച്ച് എനർജി വേസ്റ്റ് ആയി പോയില്ലേ? അപ്പോൾ ലോസ്, ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഉള്ള കേസ് ഇത്, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് ഇത്. ഇവിടെ ഫ്രിക്ഷൻ എന്തുണ്ട്? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഇവിടെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോസ് ഇല്ല. അപ്പോൾ ഈ രണ്ട് കേസും. ഇനി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അത് എന്താണ്? ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസ് ആവും, തിരിച്ചങ്ങോട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള ഗ്യാസ്, ഒരു 5 ബാർ പ്രഷറിലുള്ള ഗ്യാസ് അവിടെ നിന്ന് ഇപ്പോൾ ഈ പോയിൻ്റാന്ന് വിചാരിക്കുക, പോയിൻ്റ് 1 ഹൈ, ഇവിടെ 5 ബാറാണ്. അത് എന്താവും? മറ്റൊരു ലോ പ്രഷറിലേക്ക്, ഇതൊരു ലോ പ്രഷറാണ്, 2 ബാർ. അപ്പോൾ ഈ പ്രഷറിലേക്ക് ഇങ്ങനെ വരാം, പല രീതിയിൽ വരാം. പക്ഷെ ചില തെർമോഡൈനാമിക്കിൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ ഐസെൻട്രോപിക്കായിട്ടും അഡയബാറ്റിക്കായിട്ടും അതാണ് പ്രധാനമായിട്ട് പോസിബിൾ ആയിട്ടുള്ള കേസുകൾ. പോളിട്രോപ്പിക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ഐസെൻട്രോപിക് അല്ലെങ്കിൽ അഡയബാറ്റിക് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രഷർ 1ൽ നിന്ന് പ്രഷർ 2ലേക്ക്, ലോ പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഐസെൻട്രോപിക്കായിട്ടോ അഡയബാറ്റിക്കായിട്ടോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഗ്യാസിനുണ്ടാകുന്ന അവസ്ഥകൾ, അതിൻ്റെ വെലോസിറ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അറിയില്ലത് വോളിയം. അതാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഇനി പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? റിയൽ ഗ്യാസ് പെർഫെക്റ്റ് അല്ല. എന്താണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഗ്യാസായിട്ട് ബന്ധപ്പെട്ടിട്ട് PV = mRT. എന്ന് പറഞ്ഞാൽ മാസാണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഓരോ ഗ്യാസിനും ഓരോ വാല്യൂ ആയിരിക്കും. T ടെമ്പറേച്ചർ അറിയാമല്ലോ, P പ്രഷർ, V വോളിയം. ഇനി വേറെ
ഒരു ഇക്വേഷൻ ഉണ്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതെന്താണ്? പി വി ഈക്വൽ ടു എൻ ആർ ബാർ ടി. ഈ ആർ ബാറാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിന് ഫിക്സഡ് വാല്യൂ ആണ്. ഇത് നമ്പർ ഓഫ് മോൾസ് എൻ. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസ് ആകുമ്പോൾ ഇക്വേഷൻ സിംപ്ലിഫൈഡ് ആണ്. അപ്പോൾ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അത്യാവശ്യം റിയൽ ഗ്യാസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ ചില സമയങ്ങളിൽ. അതുകൊണ്ട് നെഗ്ലിജിബിൾ കേസ് വരുന്നതുകൊണ്ട് നമുക്കിത് ചെയ്താലും വലിയ കുഴപ്പമില്ല. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസ് എന്താണ്? എക്സ്പാൻഡ് ചെയ്യുന്നു വെച്ചാൽ പ്രഷർ കുറയുന്നു. പൊതുവേ ഇതെവിടെ സംഭവിക്കാറ്? നോസിൽ സംഭവിക്കും ഇങ്ങനെ. ഇപ്പോൾ നോസിൽ ഇതിൽ കൂടെ ഒരു ഫ്ലോ വരികയാണ് ഇങ്ങനെ. ഇവിടെ ഹൈ പ്രഷർ 5 ബാർ പ്രഷറിൽ, അത് ഇപ്പുറത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കുക 180 m അല്ലെങ്കിൽ 1 ബാർ വിചാരിക്കുക തൽക്കാലം. അപ്പോൾ 5 ബാറിൽ നിന്നും ഇത് ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷറാണ്. അപ്പോൾ വെലോസിറ്റി എന്തായാലും ഇവിടെ നിന്ന് വരും, ഇവിടെ വെലോസിറ്റി കൂടും. വെലോസിറ്റിന് സിമ്പിൾ നമ്മൾ സി എന്ന് ഉപയോഗിക്കുക. വി എന്ന് ഇതിന് വോളിയായിട്ട് കൺഫ്യൂഷൻ വരുന്നത് സി എന്ന് ഉപയോഗിക്കുക. അപ്പോൾ വെലോസിറ്റി എന്ത് വരും? ഇവിടെ C2 എന്നുള്ളത് ഇവിടെ 1 എന്ന് കൊടുക്കുക നമ്പർ, ഇവിടെ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ C2 എന്താവും? ഇത് C1 വെലോസിറ്റി. ഇവിടെയുള്ള C1 വെലോസിറ്റി ഇവിടെയുള്ള C2 വെലോസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? C2 ഗ്രേറ്റർ ദാൻ C1 ആയിരിക്കും. C2 എന്ന് പറയുന്ന വാല്യൂ ഹൈ സ്പീഡിലായിരിക്കും വരിക. ഇതിവിടെ സ്ലോയിൽ വരുമ്പോൾ ഇവിടെ ഭയങ്കര വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ എന്താണ്? പ്രഷർ കുറയുമല്ലോ. അപ്പോൾ പ്രഷർ കുറഞ്ഞാലേ വെലോസിറ്റി കൂടാൻ പറ്റുള്ളൂ. അത് നമ്മൾ ബെർണോളിസ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ 5 ബാർ പ്രഷർ 1 ബാർ പ്രഷറിലേക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നു. ഞാനൊരു ഓവറോൾ ഐഡിയ പറഞ്ഞു, ഡീറ്റെയിൽ ഐഡിയ ഞാൻ പറയാം. അപ്പോൾ അതിനുവേണ്ടി അതിന് എന്ത് ചെയ്യുക? ഒരു ഒറിജിൻ മാർക്ക് ചെയ്യുക, ഒരു എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക. എക്സ് ആക്സിൽ എന്ത് ചെയ്യുക? എസ് എന്ന് ചെയ്ത്, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്, എൻട്രോപ്പിയുടെ സിമ്പലാണ് എസ്. വൈ ആക്സിൽ എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് എന്താൽപ്പി മാർക്ക് ചെയ്യാം. എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എച്ച് എന്ന് പറയുന്ന ടെമ്പറേച്ചർ തമ്മിൽ പ്രൊപ്പോർഷണാലിറ്റി ഉള്ളതുകൊണ്ട് എച്ച് മാറുന്ന പോലെ തന്നെയാണ് ടിയും മാറുന്നത്, അല്ലെങ്കിൽ ടി മാറുന്ന പോലെയാണ് എച്ച് മാറുന്നത്. പ്രൊപ്പോർഷണലാണത്. എച്ച് കൂടുമ്പോൾ ടിയും കൂടും, അല്ലെങ്കിൽ ടി കൂടുമ്പോൾ എച്ച് കൂടും. അതുകൊണ്ട് നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് എഴുതാം. ടി ഫോർ ടെമ്പറേച്ചർ, എച്ച് ഫോർ എന്താൽപ്പി. ഇനി ഇതിൽ പ്രഷർ ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ടി എസ് ഡയഗ്രാം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ വരയ്ക്കാറില്ലേ, ടി എസ് ഡയഗ്രാം. ഈ ടി എസ് ഡയഗ്രത്തിൽ പ്രഷർ ലൈൻസ് ഇങ്ങനെയാണ് വരിക, അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ പ്രഷർ ലൈൻ, ഇതൊരു പ്രഷർ P1 വിചാരിക്കുക, 5 ബാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്രഷറിൽ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഈ പോയിൻ്റ് കറസ്പോണ്ടിങ്ങിൽ ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, T1 എന്ന് വിചാരിക്കുക നമുക്ക്. അപ്പോൾ ഈ 1 പേരിട്ടു. ഇനി താഴത്ത് നമ്മൾ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് നമ്മൾ പറയുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ കുറയണം, പ്രഷർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്തിട്ടുള്ള വരതുകളാണ്. അടിക്ക് വരും തോറും എന്തോരും? പ്രഷർ കുറഞ്ഞു വരും, പ്രഷർ ഡിക്രീസ്. അപ്പോൾ അടിയിൽ ഒരു വര വരയ്ക്കുക വേറെ, ഇത് പ്രഷർ കുറഞ്ഞിട്ടുള്ള വരെയാണ്. അപ്പോൾ ഇത് 5 ബാർ, അടിയിലത്തെ പ്രഷർ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു 2 ബാർ വിചാരിക്കാം, എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ P2 2 ബാർ, P1 5 ബാർ. ഇനി ഈ ഒരു ഇതിൽ നമുക്കൊരു ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് എൻട്രോപ്പി കൂടി വരികയാണ്. അപ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ വരെയായിരിക്കും. ഇതിന് വെർട്ടിക്കൽ വരെ ഉണ്ടില്ല. ഐസെൻട്രോപ്പിക് ലൈനാണ്. എൻട്രോപ്പി ഈ സ്ഥലത്തല്ലാതെ എൻട്രോപ്പിയുടെ വാല്യൂ സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐസെൻട്രോപ്പിക്കായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്, 1ൽ നിന്നും താഴത്തോട്ട് വരയ്ക്കുകയാണ്. 2 ഈ പ്രഷർ P2 എന്നുള്ള ബാർ എത്തുന്ന വരെ, ഈ P2 എന്നുള്ള പ്രഷറിലേക്ക് എത്തുന്ന വരെ നമ്മൾ വര വരച്ചു. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ആ നമ്പർ എന്ത് കൊടുക്കാം? ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ നമ്പർ 2 എന്ന് കൊടുക്കാം. 2 എസ് എന്ന് കൊടുക്കാൻ കാര്യം എന്താ പറയുക? ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ എൻട്രോപ്പിയുടെ സിമ്പിൾ എസ് ആണല്ലോ. അതുകൊണ്ട് ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് സബ്സ്ക്രിപ്റ്റ് നമ്മൾ എസ് കൊടുക്കാം. അഡയബാറ്റിക് ആണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിരുന്നു കൊടുക്കും. അപ്പോൾ 2s കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 1 മുതൽ 2s വരെയുള്ളത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഡിനോട്ടഡ് ബൈ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 1-2s. ഈ 1ലുള്ള ടെമ്പറേച്ചർ T1 നേർക്ക് വരയ്ക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ കിട്ടും. ആ ടെമ്പറേച്ചർ T1 അത് നമ്മൾ എത്ര വെച്ച് വിചാരിച്ചോ? 300 കെൽവിനോ എത്ര വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചോളൂ. ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? കുറവായിരിക്കും. കണ്ടാട്ടെ, ഇത് മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടണം. അപ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇതിൻ്റെ പേര് T2s. എസ് എന്ന് വിളിക്കാൻ കാരണം ഐസെൻട്രോപ്പിക് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ T2 എന്ന് വേണമെങ്കിൽ വിളിച്ചാലും മതി. പക്ഷേ ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് T2s എന്ന് വേണമെങ്കിൽ വിളിക്കുകയാണ്. അപ്പോൾ T1 ടെമ്പറേച്ചർ, T2 ടെമ്പറേച്ചർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? 1 പ്രഷർ 5 ബാറിൽ നിന്നും 2 ബാറിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് നോസിലേക്ക് കൂടിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. വെലോസിറ്റി കൂടുന്നു, അതോടൊപ്പം തന്നെ പ്രഷർ കുറയുന്നു, അഥവാ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കൂടുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ടെമ്പറേച്ചർ T1-നേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും എന്ത്? എക്സിറ്റിൽ പുറത്തു കൂടെ വരുമ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കുന്നു. ഇനി എൻട്രോപ്പി എന്തായിരിക്കും അവസ്ഥ? ഈ 2ലുള്ള എൻട്രോപ്പി എത്രയാണ്? ഈ കാണുന്ന വാല്യൂ. അത് നമുക്ക് S2s എന്ന് വിളിക്കാം. എൻട്രോപ്പി അറ്റ് 2 S2s. ഇനി എൻട്രോപ്പി അറ്റ് 1
1ൽ എൻട്രോപ്പി ഉണ്ടില്ലേ, 1ൽ എൻട്രോപ്പി സെയിം വാല്യൂ തന്നെയാണ് S1s. അപ്പോൾ S1s = S2s സെയിം എൻട്രോപ്പിയാണ്. അതാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ വലിയ അത്ഭുതം പറയാനൊന്നുമില്ല. ഇനി നമുക്ക് മറ്റൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. 1ൽ നിന്നും സപ്പോസ് ഈ ഗ്യാസ് ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി കുറച്ച് കൂടുന്നു, അതായത് ഫ്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എൻട്രോപ്പി കൂടുന്നു. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻട്രോപ്പി കൂടുന്നു ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ട എൻട്രോപ്പി കൂടുതലായിരിക്കും ഇവിടെ ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഈ സെയിം പ്രഷറിലേക്കുള്ള ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യണത് കേട്ടോ. സെയിം പ്രഷറിലേക്ക് തന്നെ, നേരത്തെ 5 ബാറിൽ നിന്ന് 2 ബാറിലേക്ക് ആയതിനു പകരം ഇപ്പോഴും 5 ബാറിൽ നിന്ന് 2 ബാറിലേക്ക് തന്നെയാണ്. പക്ഷേ പ്രോസസ്സ് മാറി, എന്താണ് ഫ്രിക്ഷനൊക്കെ അനുവദിക്കും. നമ്മൾ ഫ്രിക്ഷൻ ആയാലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും, അതിൻ്റെ വഴി ഇങ്ങനെയായിരിക്കും, അതിൻ്റെ പാത്ത് അത് ഇവിടെയായിരിക്കും. സെയിം പ്രഷറിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രഷർ ലൈൻ ഇതാണല്ലോ, അപ്പോൾ സെയിം പ്രഷറിലേക്ക് എത്തണമെങ്കിൽ ഈ പോയിന്റിൽ വന്ന് നിൽക്കും അത്. അപ്പോൾ അതിനെ നമുക്ക് 2 എന്ന് തന്നെ വിളിക്കാം, പക്ഷേ A എന്ന് കൊടുക്കാം. കാരണം നമ്മൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് 2s, S4 ഐസെൻട്രോപ്പിക്, A4 അഡിയാബാറ്റിക്. അപ്പോൾ ഇത് അഡിയാബാറ്റിക് പ്രോസസ്സാണ് അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് 1-2a, ഇവിടെ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 1-2s എഴുതിയ പോലെ അഡിയാബാറ്റിക് പ്രോസസ്സ് 1-2a. ഇവിടുത്തെ എൻട്രോപ്പി എത്രയായിരിക്കും, S2a ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വേണ്ട S2sഉം S2aയും തമ്മിൽ ഏതാ വലുത്? അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള എക്സിറ്റ് എൻട്രോപ്പി വലുതായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ എൻട്രോപ്പി കണ്ട കൂടിയത് കണ്ട, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ എൻട്രോപ്പി കൂടിയത്. ഈ ഗ്യാപ്പ് DS എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പി ഡിഫറൻസ് തമ്മിൽ എത്ര ഉണ്ടാവും, കുറച്ച് വാല്യൂ, ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും. ഇനി ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും 1ൽ? അതൊരു ചെറിയ ഒരു ഫ്ലോ ആണുള്ളത്, ഒരു ഫ്ലോയിൽ നോസിലിനുള്ളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ നോസിലിനുള്ളിലേക്ക് ഫ്ലോ വരികയാണ്. അപ്പോൾ ഒരു വെലോസിറ്റിയിലാണ് വരിക. അപ്പോൾ C1 എന്നുള്ള വെലോസിറ്റിയിൽ വരും, പുറത്തേക്ക് വരുമ്പോൾ C2 വെലോസിറ്റി. ഇത് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2. അതായത് ഇവിടെയുള്ള അവസ്ഥകളെ മൊത്തം 1 ഡിനോട്ട് ചെയ്യും ഈ പോയിന്റിൽ, ഈ ഒരു ക്രോസ് സെക്ഷനിലുള്ള. ശരിക്കുള്ള ഷേപ്പ് നിങ്ങൾക്ക് അറിയില്ല, ശരിക്കുള്ള ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നോസിലിൻ്റെ. നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഡയമെൻഷനിൽ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു അറിയാലോ, പൈപ്പ്, കൺവെർജിങ് പൈപ്പാണ് നോസിലിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിലുള്ളത് പ്രോപ്പർട്ടീസിനെ 1 എന്ന് വിളിക്കുക, അവിടെ ഉള്ളതിനെ 2 എന്ന് വിളിക്കുക. അപ്പോൾ C1 എന്നുള്ളൊരു വെലോസിറ്റി അതിനുണ്ടല്ലോ ഓൾറെഡി, ആ വെലോസിറ്റി എന്താവും, കുറയും. എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താണ്, വെലോസിറ്റി കൂടും. ഇവിടുന്ന് വെലോസിറ്റി C2ലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി കൂടിക്കൂടി വരും, കൂടിക്കൂടി എത്രയാവും, ഈ ഒരു വെലോസിറ്റി വരെ വരും അല്ലേ ഇവിടെയുള്ള എത്തുമ്പോൾ. അപ്പോൾ അതിലുള്ള എനർജി എന്താണ്, കൈനറ്റിക് എനർജി ½C1² ആണ് ഇവിടെയുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ ഈ ½ C1² മൊത്തം അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ വെലോസിറ്റി ഫുൾ 0 ആക്കുകയാണെങ്കിൽ, ഡീസലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് എന്തൊരു ഈ ഒരു എമൗണ്ട് എത്രത്തോളം വരും, ½ C1² ചെയ്താൽ കിട്ടുന്ന വാല്യൂ, ഇവിടെ മുതൽ ഉള്ള വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എത്രയാണ്, ഇവിടം വരെ എത്തുന്നത്. ഇത്രത്തോളം എനർജി ഉണ്ട് അതിനുള്ളിൽ, എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് ഇത്രത്തോളം ½ C1². അപ്പോൾ അതും കൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ എന്നുണ്ടാവും, ഒന്നുകൂടിയും കൂടും. ഈ വെലോസിറ്റി അതിൻ്റെ ½ C1² എന്നുള്ളത് ടെമ്പറേച്ചറായി മാറും. അപ്പോൾ എന്തുണ്ടാവും, ഈ ടെമ്പറേച്ചർ T1 എന്നുള്ളത് മാറിയിട്ട് എന്തായിരിക്കും, ടെമ്പറേച്ചർ ഒന്നുകൂടി കൂടും. C=0 എന്നുള്ള വെലോസിറ്റിയിൽ എത്തിക്കുമ്പോൾ ഉള്ള ആ ടെമ്പറേച്ചർ ലൈൻ കണ്ടില്ലേ, ഇതാണ് ആ സ്റ്റേറ്റ്. അപ്പോൾ C=0 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എന്ന് പറയും, സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ, സ്റ്റാഗ്നേഷൻ. അപ്പോൾ C=0ലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് T01. അപ്പോൾ 1ൽ നിന്നും വെലോസിറ്റീനെ ഫുള്ള് 0 ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അത് T01 എന്ന് വിളിക്കാം നമുക്ക്. ഇനി അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും, ഒരു പ്രഷർ ലൈൻ നമുക്ക് വരയ്ക്കാമല്ലോ, ഉണ്ടല്ലേ. നമ്മളിവിടെ എഴുതിയ കാരണം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പോയിൻ്റ് ഇവിടെ നിന്നും C1നെ 0 ആക്കിയിട്ട് ഇവിടേക്ക് എത്തിയല്ലോ. ഇതാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, സ്റ്റാഗ്നേഷൻ പോയിൻ്റ് 0-1 എന്നുള്ള പോയിൻ്റ്. 1ന് പകരം 0-1 നമ്മൾ വിളിക്കുന്നു. 1ൽ നിന്ന് എത്തിച്ചുകൊണ്ട് 0-1 എന്ന് വിളിക്കുന്നു. ശരിക്കും T0 എന്നാണ് വിളിക്കുക. 1ൽ നിന്ന് സ്റ്റാഗ്നേഷനിലേക്ക് എത്തിച്ചുകൊണ്ട് 0-1. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കണ്ടില്ലേ, ഈ പോയിൻറ്റിലൂടെ നമുക്കൊരു പ്രഷർ ലൈൻ വരയ്ക്കുമല്ലോ. പ്രഷർ ലൈൻ ഇങ്ങനെ കുറേ പ്രഷർ ലൈനുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും, ഈ പ്രഷറിനേക്കാളും കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ നമുക്കറിയാം. എന്താണ്, ഇവിടേക്ക് 2 ബാർ, ഇവിടേക്ക് വരുന്ന ഒരു 5 ബാർ. അപ്പോൾ ഇതിന് മുകളിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും, ഒരു 5 ബാറിനേക്കാളും കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇത് എത്ര, ഒരു 8 ബാർ അത്രയ്ക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്താണ്, കൂടുതലായിരിക്കും, ഈ ഇൻലെറ്റ് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും സ്റ്റാഗ്നേഷൻ പ്രഷർ.
അതുപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടില്ലേ കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ അഡിയാബാറ്റിക് കേസിൽ കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? സി എന്ന് പറയുന്നത് 2a എന്ന് വിളിക്കാം നമുക്ക്. ഇവിടുത്തെ വെലോസിറ്റി C2a. അപ്പോൾ ഇവിടെ മുതൽ ഇതിനെ ഫുള്ള് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വരും? ഈ അവസ്ഥയിലുള്ള ഈ വെലോസിറ്റിനെ ഫുള്ള് 0 ആക്കുകയാണ്. അതായത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ മുതൽ മുകളിലോട്ട് ഇത്രത്തോളം ഡിസ്റ്റൻസ്, ഇത്രത്തോളം വാല്യൂ ഉണ്ട്. ഇത് കുറച്ച് എനർജി ഉള്ളൂ, കൈനറ്റിക് എനർജി. ഇവിടെ കുറേ കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും എന്താണ് ഹൈ വെലോസിറ്റി ആയല്ലോ, നോസിലിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഹൈ വെലോസിറ്റി. അപ്പോൾ ഇത്രയ്ക്ക് എനർജി ഉണ്ട് അതിനുള്ളിൽ, കൈനറ്റിക് എനർജി. അപ്പോൾ ½ C2a² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി മൊത്തം 0 ആക്കുമ്പോൾ ടെമ്പറേച്ചർ, ഇത് മൊത്തം ടെമ്പറേച്ചറായി മാറും. അപ്പോൾ ഇത്രത്തോളം ഇവിടെ നിന്നും ഇവിടേക്കുള്ള ടെമ്പറേച്ചർ കൂടും, ഇവിടെ നിന്നും ഇത്രത്തോളം ടെമ്പറേച്ചർ മുകളിലേക്ക് കൂടും. അങ്ങനെ എത്തി നിൽക്കുക എവിടെയായിരിക്കും? T01 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലായിരിക്കും എത്തി നിൽക്കുക. C0. ഈ പോയിന്റിനെ പറയുന്ന പേര് എന്താണ്? 2ൽ നിന്നും 0ലേക്ക് എത്തിച്ചുകൊണ്ട് 02, പിന്നെ A അഡിയാബാറ്റിക് പ്രോസസ്സിൽ ചെയ്തുകൊണ്ട് 02a. ഇവിടെ നമുക്കൊരു പ്രഷർ ലൈൻ വരയ്ക്കാമല്ലോ. ആ പ്രഷർ എത്രയും അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രഷർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് P02a എന്ന് വിളിക്കാം. P02a. 0 എന്ന് പറയാൻ കാരണം എന്താണ്? സ്റ്റാഗ്നേഷൻ ചെയ്തു, വെലോസിറ്റി 0 ആക്കി. അപ്പോൾ P02, 2ൽ നിന്നാണ് അങ്ങനെ ചെയ്തത്, അത് 02. A എന്ന് പറയാൻ കാരണം അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. കൺഫ്യൂഷൻ വരാൻ പാടില്ല, വേറെ പ്രഷർ ഇവിടെ വരും, അതുകൊണ്ടാണ് 02a എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ഈ പ്രഷർ ഇവിടുത്തെ കേസ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവിടുത്തെ നമ്മൾ പറയാൻ പോകുന്നുള്ളൂ, അവിടെ പറഞ്ഞിട്ട് പറയാം. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? C2s ആണ്. ഇവിടെ C2a എന്ന് വിളിച്ച പോലെ ഇവിടുത്തെ വെലോസിറ്റി C2s. ഈ വെലോസിറ്റിനെ മൊത്തം എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ്സ് വഴി പുറത്തേക്ക് വരുമ്പോൾ ഉള്ള വെലോസിറ്റിയിൽ ഇതിനെ മൊത്തം നമ്മൾ കൈനറ്റിക് എനർജിയാക്കി മാറ്റുകയാണെങ്കിൽ, അതായത് സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് എനർജി ഉണ്ടാവും അല്ലേ? ½ C2² എന്ന് പറയുന്നത് അത്രയ്ക്ക് എനർജി ഉണ്ടാവും. ½ C2²s അത് എത്രത്തോളം വരും? ഇവിടെ തൊട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ വരും. ഇത്ര വലിയ എമൗണ്ട് വരും. കണ്ടോ, ഇത് ഇത്ര കുറച്ചുള്ളൂ, ഇവിടെ കുറേ ഉണ്ട്, വലിയൊരു വാല്യൂ ആണത്. അപ്പോൾ ഇത്രത്തോളം എനർജി മൊത്തം എന്താണ്? ടെമ്പറേച്ചറായി മാറും. ഈ വാല്യൂ വേണ്ട. അപ്പോഴും എത്തുക എവിടേക്ക് തന്നെയാണ്? T01ലേക്ക് തന്നെയാണ് എത്തുക. അപ്പോൾ 1ൽ നിന്നും സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോൾ എത്തുന്ന വാല്യൂ കണ്ടില്ലേ? 1ൽ നിന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോൾ എത്തുന്ന വാല്യൂ T01 തന്നെയാണ്. 2ൽ നിന്നും സ്റ്റാഗ്നേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ എവിടേക്ക് തന്നെ എത്തുക? ഇവിടേക്ക് തന്നെ എത്തുക. അപ്പോൾ 02s. അപ്പോൾ 01ഉം 02ഉം എസിൻ്റെ S01s 02s, അതായത് ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ കേസിൽ T01ഉം T02ഉം സെയിം തന്നെയാണ്. അതുപോലെ പ്രഷറും സെയിം തന്നെയാണ്. സെയിം വാല്യൂ ആണ് പ്രഷർ, 8 ബാർ. അല്ലെങ്കിൽ P01s എന്ന് പറയുന്നത് തന്നെയാണ് P02s. രണ്ടും സെയിം തന്നെയാണ്, ഈ പോയിൻ്റ് തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഇവിടുത്തെ കേസിൽ നോക്കി, ഇവിടുത്തെ കേസിൽ 1 എന്നുള്ള കേസിൽ ഉള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ എത്രയാണ്? P01sഉം P01aയും സെയിം തന്നെയാണ്. P01 കണ്ടില്ലേ? ഈ 1 രണ്ടിനും കോമൺ ആയിട്ടൊരു 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ P01 എന്ന് പറയുന്ന സാധനം എന്താണ്? P01 അഡിയാബാറ്റിക് പ്രോസസ്സിൽ P01a എന്ന് പറയുന്ന വാല്യൂ, അതും അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇതാണ് അതിൻ്റെ വാല്യൂ. നമ്മുടെ കേസിൽ എത്രയാണ്? 8 ബാർ എന്ന് വിചാരിക്കുക. പക്ഷേ ഈ അഡിയാബാറ്റിക് പ്രോസസ്സിൽ 2 എന്ന് പറയുന്ന സംഭവമില്ലേ, ഇവിടെ നിന്നും സ്റ്റാഗ്നേറ്റ് ചെയ്യിക്കുമ്പോൾ എത്തുന്ന വാല്യൂ ഇല്ലേ? 02a. P02a അതിൻ്റെ വാല്യൂ എത്രയാണ്? 8 ഉണ്ടാവില്ലേ? കുറച്ച് താഴെയായിരിക്കും, 7 ആണെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ എന്താണ്? P02a എന്ന് പറയുന്നത് ലെസ് ദാൻ P01a. ഉണ്ടല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെയിം അല്ല എന്ന് നമുക്ക് പറയാം, കുറവാണെന്നും പറയാം, സെയിം അല്ല. ഈ എ എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ പറയാം P02 നോട്ട് ഈക്വൽ ടു P01. ഫോർ എ എന്തിനാണ്? ഫോർ അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് പ്രോസസ്സിന് ഇങ്ങനെയാണ് സംഭവം. എന്നാൽ ഐസെൻട്രോപ്പിയിലാണല്ലോ, ഐസെൻട്രോപ്പിക്കിൽ രണ്ടും സെയിം ആണ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സാണെങ്കിലോ P01 ഈക്വൽ ടു P02. എന്താ പറയാൻ കാരണം? ഇവിടെ നോക്കിയേ, P01 ഇവിടുന്ന് 2, P02 രണ്ടും സെയിം തന്നെയാണ്, 8 ബാർ തന്നെയാണ്. പക്ഷെ ഇതിലെന്താണ്? ഇതിൽ ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതുമാണ്. അഡിയാബാറ്റിൻ്റെ കേസിൽ കണ്ടില്ലേ, ഈ കാണുന്ന വര കണ്ട, ഇതാണ് നമ്മുടെ വര.
ഈ കാണുന്ന വരയുടെ രണ്ടറ്റങ്ങൾ ഏതൊക്കെയാണ്? ഇതും പിന്നെ രണ്ടാമത്തെ അറ്റം ഇതുമാണ്. ഇത് രണ്ടും തമ്മിൽ പാസ് ചെയ്യുന്ന പ്രഷർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ P01 S = P02 S ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചറിനെ പറ്റി പറയുകയാണെങ്കിലോ, ടെമ്പറേച്ചർ കണ്ടില്ലേ, അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള ടെമ്പറേച്ചർ 2-ലുള്ള ടെമ്പറേച്ചർ എത്രയാണ്? T2A. എന്നാൽ ഐസെൻട്രോപിക് പ്രോസസ്സിൽ എത്തുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഇതാണ് എത്തുന്നത്. ഈ T02 T01 സെയിം നേരത്തെ പറഞ്ഞു. അപ്പോൾ T2A > T2S. T2A > ശരിയല്ലേ? അത് എവിടെ കണ്ട? ഐസെൻട്രോപിക് പ്രോസസ്സ് വഴി എക്സിറ്റിൽ വരുന്ന ടെമ്പറേച്ചർ കുറവാണ്. എന്നാൽ അഡയാബാറ്റിക് വഴി എക്സിറ്റിൽ വരുന്ന ടെമ്പറേച്ചർ T2A ആണ്. സെയിം പ്രഷർ ആവണമെങ്കിൽ ഇവിടേക്ക് എത്തണമല്ലോ, താഴ്ത്തേക്ക് വരാൻ പറ്റില്ല. സെയിം പ്രഷറിലേക്ക് എത്തി നിർത്തണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ T2A വലുതും ഇത് ചെറുതുമാണ്. ഇത് താഴെ ഇത് മുകളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ T2A > T2S നമുക്ക് പറയാം. അതുപോലെ തന്നെ P02A P02S പറയാൻ കാരണം P02A ഏതാണ്? P02A എന്ന് പറയുമ്പോൾ എന്താണ്? 02 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ചെയ്യണം, അഡയാബാറ്റിക് പ്രോസസ്സ് വഴി സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു. P02A എന്ന് പറയുന്ന ഈ പ്രഷർ, ഈ കാണുന്ന പ്രഷർ, അത് < P02S. ഐസെൻട്രോപിക്കായിട്ട് ചെയ്യുമ്പോഴുള്ള എക്സിറ്റ് പ്രഷർ ഇതും, അഡയാബാറ്റിക് വഴി ചെയ്യുമ്പോൾ എക്സിറ്റ് പ്രഷർ ഇതുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു നോസിലേക്കൂടെ വിടുകയാണെന്ന് ഇരിക്കുക. അപ്പോൾ അഡയാബാറ്റിക്കായിട്ട് വിടണോ ഐസെൻട്രോപ്പിക്കായിട്ട് വിടണോ എന്ന് ഒരാൾ നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? കൂടുതൽ വെലോസിറ്റി കിട്ടണം പുറത്തേക്ക്. കൂടുതൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതാണ് വലുത്. കണ്ട വെലോസിറ്റി, വെലോസിറ്റി ഇത്രത്തോളം വെലോസിറ്റി ഉണ്ട്. അപ്പോൾ C2S എന്ന് പറയുന്ന വാല്യൂ ആണ് വലുത്. C2S > C2A. അഡയാബാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട് വരും? വെലോസിറ്റി കുറച്ച് കുറവായിരിക്കും കിട്ടുക നോസിലിൻ്റെ പുറത്ത്. എന്നാൽ ഐസെൻട്രോപിക്കായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ് ഗുണം? വലിയൊരു വെലോസിറ്റി കിട്ടും, കുറച്ചുകൂടി വലിയ വെലോസിറ്റി. ഇതൊരു ഗ്യാപ്പ് കണ്ട, ഇവിടെ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അത്ര. കാരണം ഇത്രത്തോളം എനർജി മാത്രമാണ് കൺവേർട്ട് ആവുന്നുള്ളൂ. ഇവിടെ കുറേ എനർജി കൺവേർട്ട് വരുന്നുണ്ട്, ഇവിടേക്ക് കുറച്ച് വരുന്നുള്ളൂ. അതുപോലെ പ്രഷറിൻ്റെ കേസിൽ എന്ന് പറഞ്ഞത്, പ്രഷർ അഡയാബാറ്റിക്കായിട്ട് വരുമ്പോൾ എന്താണ്? പ്രഷർ കുറച്ചുകൂടി കൂടുതൽ, സെയിം പ്രഷറിലേക്കാണ് നമ്മൾ രണ്ടും ചെയ്യുന്നത്. സെയിം പ്രഷറിലേക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വഴി ചെയ്യണം? ഐസെൻട്രോപിക് പ്രോസസ്സായിട്ട് ചെയ്യണം. C2A < C2S പറഞ്ഞല്ലോ. C2A അഡയാബാറ്റിക്കായിട്ട് വരുമ്പോഴുള്ള വെലോസിറ്റി കുറവായിരിക്കും. ഫോർ ബോത്ത് ഐസെൻട്രോപിക് ആൻഡ് അഡയാബാറ്റിക് രണ്ടിൻ്റെ കേസിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? T01 = T02. ഐസെൻട്രോപ്പിക് ആയാലും അഡയാബാറ്റിക് ആയാലും T01 T02 സെയിം ആയിരിക്കും. ഈ കാണുന്ന സംഭവമാണ് നമ്മൾ ഇക്വേഷൻസിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പ്രധാന സംഭവം. അത് ക്വസ്റ്റ്യനിൽ പറയാണ് ഫോർ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? T01 T02 ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ഇനി ഐസെൻട്രോപിക് ആണെങ്കിലുള്ള കേസ് എന്താണ്? P01 P02 സെയിം ആയിരിക്കും. ഉണ്ടല്ലേ? P01 P02 സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സെയിം പ്രഷറായിരിക്കും. എന്നാൽ അഡയാബാറ്റിക് ആണെങ്കിലോ P01 P02 സെയിം അല്ല. കാരണം എന്താണ്? P01 എന്ന് പറയുന്നത് ഇതാണ് അഡയാബാറ്റിക്കിൻ്റെ കേസിൽ. P02 എന്താണ് അതിൻ്റെ കേസിൽ? ഇതാണ്. കാരണം ഇവിടെ നിന്നും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തല്ലേ, ഇവിടെ നിന്ന് എത്തുമ്പോൾ ഇവിടേക്കാണ് ഈ പ്രഷറിലേക്ക് എത്തുന്നത്. സ്റ്റാർട്ടിങ് പ്രഷർ, സ്റ്റാഗ്നേഷൻ പ്രഷർ P01 എന്ന് പറയുന്നത് ഇതാണ്, P02 എന്ന് പറയുന്നത് ഇതാണ്. രണ്ടും ഡിഫറൻ്റ് ആണ്. ഇതാണ് ഇവിടെ പറയുന്നത്. അഡയാബാറ്റിക് ആണെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഇത് രണ്ടിലും കോമൺ ആണ് കേട്ടോ, ഇത് രണ്ടിലും കോമൺ ആണ്. പക്ഷേ ഐസെൻട്രോപിക് അഡയാബാറ്റിക് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഇത് സെയിം ആവില്ല. അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂളുകളിൽ, രണ്ടാമത്തെ മൊഡ്യൂളിന് ശേഷം വരുന്ന 3-4 മൊഡ്യൂളുകളിലൊക്കെയും എന്താണ് ഫാൻ ഓഫ് ഫ്ലോ എന്നൊക്കെ പറയും, വിത്ത് ഫ്രിക്ഷൻ അങ്ങനെ പറയുന്ന ഫ്ലോകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐസെൻട്രോപിക് ഫ്ലോ അല്ലാത്ത ഫ്ലോകളിൽ എന്ത് വരണം? ഇത് ഈ കണ്ടീഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സെയിം ആയിട്ട് എടുക്കാൻ പാടില്ല. പക്ഷേ ഐസെൻട്രോപിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇതും കൂടി എടുക്കാം, സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്തിട്ട് എളുപ്പമുണ്ട്. ഇതിൽ ചെയ്യുമ്പോൾ വേണ്ടി ഡിഫിക്കൽട്ട് ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് മെയിൻലി പറയാനുള്ള കാര്യങ്ങൾ. ഇതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക പാഠം. ഉണ്ടല്ലേ? എൻട്രോപ്പി, ടെമ്പറേച്ചർ കാണണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇത് നേരെ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഐസെൻട്രോപിക് പ്രോസസ്സ്, അഡയാബാറ്റിക് പ്രോസസ്സ് ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയണ്ടേ?
കണ്ടില്ല, നമ്മൾ വരച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്, പ്രഷർ. അപ്പോൾ ഈ പറയുന്ന ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ ആനിമേഷൻ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈ ഫിഗർ മനസ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും, പെട്ടെന്ന് ക്ലിയർ ആവും കാര്യങ്ങൾ.